പലസ്തീനിലെ പൊരുതുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ വിവിധ ഘടകങ്ങൾ ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിൽ ഒരു ഐക്യദാർഢ്യ സമ്മേളനമാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ ഐക്യദാർഢ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പലസ്തീൻ അംബാസഡർ ഈസ് എക്സലൻസി അദ്നാൻ അബുൽ ഹൈജാൻ അവറുകളാണ്. അതുപോലെ പ്രൊഫസർ കെ രാമകൃഷ്ണൻ, യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ PM സാദിഖ് അലി എന്നിവരുടെ പ്രഭാഷണവും ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നടത്തുകയാണ്. നമുക്കറിയാം, പതിറ്റാണ്ടുകളോളമായി ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് പലസ്തീൻ ജനത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പലസ്തീനിലെ നിരപരാധികളായ നൂറുകണക്കിന് ആളുകളെയാണ് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയത്. നിർഭാഗ്യകരെന്ന് പറയട്ടെ, പലസ്തീന്റെ പ്രത്യാക്രമണത്തിൽ മലയാളിയായ സൗമ്യ എന്ന സഹോദരിയും കൊല്ലപ്പെടുകയുണ്ടായി. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഈ അവസരത്തിൽ യൂത്ത് ലീഗും പങ്കുചേരുകയാണ്. നിരപരാധികളായ ആരും എന്തൊക്കെ പറഞ്ഞാലും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം യൂത്ത് ലീഗ്. എന്നാൽ അതേസമയം ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പലസ്തീൻ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ, അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ, അവരുടെ മണ്ണിൽ അഭിമാനത്തോടെ അന്തസ്സോടെ അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ പിൻതലമുറക്കും ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചെറുത്തുനിൽപ്പിനെ ഒരിക്കലും തള്ളിപ്പറയാനും നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് എക്കാലവും ഇന്ത്യ പലസ്തീനിലെ ജനതയുടെ കൂടെ നിന്നിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ 947 മുതൽ ഇന്നോളം ഭരിച്ച ഭരണാധികാരികൾ, BJP ഇതര, മോദി ഇതര ഭരണാധികാരികൾ എല്ലാവരും പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായി, അവരുടെ പോരാട്ടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. പലസ്തീനെ അംഗീകരിച്ച അറബ് ഇതര ആദ്യ രാഷ്ട്രം എന്ന അംഗീകാരം നമ്മുടെ രാഷ്ട്രത്തിനുള്ളതാണ്, ഇന്ത്യക്കുള്ളതാണ്. പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ മർദ്ദിതരായ, പീഡിപ്പിക്കപ്പെടുന്ന ഏത് ജനവിഭാഗത്തിന്റെയും കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യം തന്നെയാണ് പലസ്തീന്റെ കാര്യത്തിലും നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പലസ്തീന് വേണ്ടി എക്കാലവും ഇന്ത്യയുടെ പാർലമെന്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ബഹുമാന്യനായ മർഹൂം അഹമ്മദ് സാഹിബ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരിക്കുമ്പോഴാണ് പലസ്തീനിൽ ചെന്ന് യാസർ അറഫാത്തിനെ നേരിട്ട് കണ്ട് ആ ജനതയ്ക്കുള്ള ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് അന്ന് ഇന്ത്യ ഗവൺമെന്റ് അഹമ്മദ് സാഹിബിലൂടെ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി കൈമാറിയത്. യാസർ അറഫാത്തും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നമുക്ക് വിസ്മരിക്കാനാവുന്നതല്ല. ഒട്ടനവധി തവണ ഇന്ത്യയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയെ എന്റെ പ്രിയപ്പെട്ട സഹോദരി എന്ന് യാസർ അറഫാത്ത് വിശേഷിപ്പിച്ചതുപോലും ആ ഒരു ബന്ധത്തിന്റെ തുടർച്ച, അതിന്റെ ഓർമ്മ എന്ന നിലക്കാണ്. ഇപ്പോഴും ആ ജനത പൊരുതുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് പലസ്തീനിലെ ജനതയ്ക്ക് ഒരു സെറ്റിൽമെന്റ് തയ്യാറായിക്കൂടാ, പലസ്തീനും അതുപോലെ തന്നെ ഇസ്രായേലും ഒരു ധാരണയിൽ പോകട്ടെ എന്നൊക്കെ മാറി നിന്ന്, അല്ലെങ്കിൽ അവരുടെ പ്രത്യാക്രമണത്തെ, ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ ഒക്കെ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്ന, ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ആരോപിക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അവരെല്ലാവരും ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു
അക്രമി സംഘം ശ്രമിച്ചാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും? അവരുമായി നമ്മൾ സന്ധിക്ക് തയ്യാറാകുമോ? നമ്മുടെ വീടിന്റെ പകുതി അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അതിനൊരുക്കമാകുമോ? സ്വന്തം മണ്ണ്, ജനിച്ച മണ്ണ്, ജനിച്ച നാട്, ഏതെങ്കിലും ആളുകൾ വന്ന് അവിടെ നിന്ന് ആട്ടിയോടിക്കാൻ ശ്രമിച്ചാൽ അതിനോട് എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കുക? അതേ നിലപാട് തന്നെയാണ് പലസ്തീൻ ജനതയും സ്വീകരിച്ചത്. അവർക്ക് അവരുടെ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കണം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മേൽ അധികാരം ഉപയോഗിച്ച്, ആയുധം ഉപയോഗിച്ച്, കയ്യൂക്ക് കാണിച്ച് അവരെ ആട്ടിയോടിക്കുന്ന ഒരു സാഹചര്യം, കുട്ടികളെയും സ്ത്രീകളെയും ക്രൂരമായി കൊലപ്പെടുത്തുന്ന, പുതിയ പുതിയ ആയുധങ്ങളുടെ പരീക്ഷണം അവരുടെ മുകളിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾക്ക് പലസ്തീനിൽ ഓരോ ദിവസവും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടാണ്, നമ്മുടെ പാരമ്പര്യമാണ്. ഇന്ത്യ എന്ന സങ്കല്പം നിലവിൽ വരുന്നതിന് മുമ്പ് പോലും നമ്മൾ സ്വീകരിച്ച ഒരു പാരമ്പര്യം അതാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ വെച്ച് തന്റെ പ്രസംഗത്തിൽ ഉയർത്തിപ്പിടിച്ചത്. ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും മതങ്ങളുമൊക്കെ പുറന്തള്ളിയവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച രാഷ്ട്രം എന്ന ഒരു പാരമ്പര്യം, പീഡിപ്പിക്കപ്പെടുന്നവരെ സ്വീകരിക്കുന്ന, അവരോട് അനുഭാവം കാണിക്കുന്ന ഒരു നിലപാട് എക്കാലവും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. പലസ്തീന കാര്യത്തിലും അതുതന്നെയാണ് നമ്മുടെ നിലപാട്. ആ നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ വിവിധ വേദികളിലൊക്കെ ഉറക്കെ പറയാൻ നമ്മുടെ രാഷ്ട്രത്തിലെ പൂർവ്വ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട്. നിർഭാഗ്യരെന്ന് പറയട്ടെ, ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് BJPയുടെ നരേന്ദ്രമോദിയുടെ നിലപാട്. ആ നിലപാട് ഇന്ത്യയുടെ നിലപാടല്ല. ആ നിലപാട് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ നിലപാടല്ല. അതിന് വിരുദ്ധമാണ് എന്ന് നമുക്ക് ഉറക്കെ പറയേണ്ടത് കൂടി ഈ അവസരത്തിൽ നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന, ഇതിനുവേണ്ടി തയ്യാറായ പലസ്തീൻ അംബാസഡർ ഹിസ് എക്സലൻസി അദ്നാൻ അബുൽ ഹൈജയെ, അതുപോലെ തന്നെ JNUവിലെ പ്രൊഫസർ ശ്രീ AK രാമകൃഷ്ണനെയും, പ്രഭാഷണം നിർവഹിക്കുന്ന യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലിയെയും ഇന്നത്തെ ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളോട് അധ്യക്ഷ ഭാഷണം നടത്താൻ വേണ്ടി യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുനവർ ഷിഹാബ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ചക്കെടുത്തുകൊണ്ട് ഈ ദിവസത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിവേചനവും ദുരിതവും അനുഭവിക്കുന്ന ഒരു ജനതയായി പലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർ മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ കാലമായി സയനിസ്റ്റ് അധിനിവേശത്തിന് ശേഷം അവിടെ തന്റെ നാട്ടിൽ ജനിക്കുന്ന ഓരോരുത്തർക്കും ആ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഉടമയായി ഇന്ന് പലസ്തീൻ ജനത മാറിയിരിക്കുകയാണ്. എല്ലായ്പ്പോഴും സങ്കീർണതകൾ നിറഞ്ഞ ജീവിതം, ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതം, അവരുടെ സമാധാനത്തിന് വേണ്ടി ലോകം എന്നും പ്രാർത്ഥിക്കുന്നു. തന്റെ നാട്ടിൽ ജീവിക്കുകയും ഒരുപാട് കാലം താമസിച്ച വീടുകളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറൂസലമിൽ നിന്നും ആ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ ആട്ടിയോടിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ രാവുകളിൽ നമസ്കാര സമയങ്ങളിൽ നടന്ന വെടിവെപ്പും അതിൽ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ഇപ്പോൾ അവിടെ ക്രമസമാധാനം ഇല്ലാതായിരിക്കുകയാണ്. അവിടെ സങ്കീർണതകൾ നിറഞ്ഞ അവസ്ഥയായി മാറുന്നു.
ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഇങ്ങനെ ഏറ്റവും വലിയ ഈ പെരുന്നാൾ ദിവസത്തിലും സന്തോഷത്തിന് വകയില്ലാതെ ദുരിതമനുഭവിക്കുന്ന, കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയായി പലസ്തീൻ ജനത മാറുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് മുസ്ലിം ലീഗും അതുപോലെ യൂത്ത് ലീഗ് ഇന്ന് ഇവിടെ ഈ ഓൺലൈനിലൂടെ ഒരു ഓൺലൈൻ പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. ഈ പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തുന്ന പലസ്തീൻ അംബാസഡർ ഹിസ് എക്സലൻസി അദ്നാൻ അബുൽ ഹാജ, അദ്ദേഹം നമ്മോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സംസാരിക്കും. അതുപോലെ JNUവിലെ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ ശ്രദ്ധിക്കപ്പെടുന്ന അധ്യാപകൻ പ്രൊഫസർ AK രാമകൃഷ്ണൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ PM സാദിഖ് അലി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കും. I take this opportunity to thank His Excellency Adnan Abul Haja for accepting our invitation and given our his consent to speak a few words in this online talk. And I humbly request Your Excellency to speak a few words and inaugurate this gathering. Assalamu alaikum wa rahmatullah. اسمحوا لي أن أتحدث بشكل موجز عما يدور في فلسطين. هناك منذ البداية خطة استراتيجية من قبل سلطات الاحتلال الإسرائيلي للسيطرة على القدس وتهجير كافة السكان العرب الذين يقطنون في القدس. وأما ما يجري حاليا فهو مسألتين. المسألة الأولى هي حي الشيخ جراح. حي الشيخ جراح حي فلسطيني في القدس القديمة قريب من المسجد الأقصى، وبالتالي كل من يرغب بالقدوم إلى المسجد الأقصى لابد أن يمر بحي الشيخ جراح، وخاصة من جهة الجنوب. ولذا فالإسرائيليين يحاولون تهجير 28 عائلة من سكان هذا الحي كي يستولوا على بيوتهم ويسلموها للمستوطنين كي يخلقوا مستوطنة إسرائيلية في القدس القديمة في حي الشيخ جراح الذي يمر منه كل من يأتي من الجنوب من حي الجوز من أحياء أخرى إلى المسجد الأقصى. المسألة الثانية هي المسجد الأقصى. والإسرائيليين ومنذ سنوات بعيدة يحاولون أن يقوموا بتقسيم المسجد الأقصى إلى تقسيم زماني وتقسيم مكاني بين الإسرائيليين بين اليهود والمسلمين، وكافة الانتفاضات التي لاحظتموها في السنوات السابقة كانت صراع بسبب ذلك. الآن هناك كانت دعوة من قادة المستوطنات في يوم 28 من رمضان أن يقتحم آلاف المستوطنين المسجد الأقصى، ولذلك كان التواجد كثيف جدا كالعادة، ولكن هذه المرة بهدف حماية والدفاع عن المسجد الأقصى وعدم السماح للمستوطنين ولسلطات الاحتلال بإدخال المستوطنين إلى المسجد الأقصى. أما بالنسبة للشيخ جراح فكانت هناك دعوات منذ فترة طويلة للتضامن، وهناك الكثير من المتضامنين الأجانب الذين يقفون إلى جانب أهالي حي الشيخ جراح. هذه مسألة بالنسبة لنا هي مسألة حياة، فالأقصى هو حياتنا، وحي الشيخ جراح المؤدي إلى الأقصى ووجود الفلسطينيين في القدس في عاصمة فلسطين الأبدية هي أيضا مسألة حياة، فلا فلسطين بدون القدس ولا القدس بدون فلسطين. ولذا تصاعد الوضع وتحول من صراع
سلمي بعدما تم إفشال إدخال المستوطنين إلى المسجد الأقصى إلى الصراع العسكري. وأعتقد أن هناك لابد أن يكون تضامن من كافة أحرار العالم، من كافة مسلميه. فالأقصى ليس للفلسطينيين، الأقصى لكل المسلمين، هو وقف لكل المسلمين في العالم. والقدس هي للمسلمين والمسيحيين خاصة، وأن في القدس أقدم الكنائس هي كنيسة القيامة. لا أريد أن أطيل عليكم، تحدثت بشكل موجز جدا بسبب الظروف، وبسبب أن الفيديو لا يحتمل، وبسبب فعاليتكم غدا. أتمنى لكم التوفيق، والسلام عليكم ورحمة الله وبركاته. പ്രിയമുള്ളവരെ, പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മീറ്റിങ്ങിലേക്ക് എന്നെ വിളിച്ചതിനുള്ള നന്ദി ആദ്യമേ സംഘാടകരെ അറിയിക്കട്ടെ. പാലസ്തീൻ ജനത വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്ന രീതിയിൽ വളരെ കാലമായി ഈ ഒരു പ്രശ്നത്തെ ചിത്രീകരിക്കുകയാണ്. അങ്ങനെ ഒരു സംഘർഷമായി ചിത്രീകരിക്കുമ്പോൾ വരുന്ന വലിയ ഒരു പ്രശ്നം, രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലക്കൊക്കെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ വളരെ അസന്തുലിതമായ അധികാര ശ്രേണിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇസ്രായേൽ ഒരു കൊളോണിയൽ അധിനിവേശ ആധിപത്യ ശക്തിയായിട്ടാണ് പാലസ്തീൻ ജനതയുടെ മേലെ പ്രവർത്തിക്കുന്നത്. പാലസ്തീൻ ജനതയെ ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തൈഡ് നയങ്ങളെ വെല്ലുന്ന അനേകം പരിപാടികളിലൂടെ, പദ്ധതികളിലൂടെ ഇസ്രായേൽ എന്ന രാഷ്ട്രം പാലസ്തീൻ ജനതയെ പല വിധത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് തള്ളിവിടുകയാണ് കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അധിനിവേശത്തെ ചെറുക്കുന്ന പോരാട്ടങ്ങളുടെ വലിയൊരു കഥയാണ് പാലസ്തീൻകാർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പാലസ്തീൻ ജനതയുടെ സമരത്തെ പലപ്പോഴും ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം എന്നുള്ള നിലക്ക് മാത്രമല്ല നാം കണ്ടുകൊണ്ടിരുന്നത്. പാലസ്തീൻ ഒരു ഭൂപടത്തിലെ ഇടം എന്നുള്ള നിലക്ക് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇടമാണത്. ധാർമ്മിക ബോധവും നീതിയോടുള്ള പ്രതിബദ്ധതയും രാഷ്ട്രീയമായ ബോധ്യവുമുള്ള ആർക്കും, ലോകത്തിൽ ഒരാൾക്കും പാലസ്തീൻ ജനതയുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കാരണം അത് പാലസ്തീൻ ജനതയുടെ ദീർഘകാലത്തെ പോരാട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മുടെ ബോധം അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അധിനിവേശങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ നാം തയ്യാറുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിരന്തരമായി പാലസ്തീൻകാർ ഉന്നയിക്കുന്നുണ്ട്.
അതിന് ഉത്തരം പറയാൻ അന്താരാഷ്ട്ര സമൂഹം ബാധ്യസ്ഥവുമാണ്. ആ നീതിബോധത്തെ, അധിനിവേശ വിരുദ്ധതയെ, സമരം ചെയ്യാനുള്ള ആ ഇച്ഛയെ അംഗീകരിക്കുകയാണ് ഈ ഐക്യദാർഢ്യ ശ്രമത്തിലൂടെ നാം ചെയ്യുന്നത്. തുല്യശക്തികളുടെ പോരാട്ടം എന്നുള്ള നിലക്കൊക്കെയുള്ള ചിത്രീകരണത്തിൽ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണാതെ പോകുന്നത് വളരെ പ്രസക്തമായ പല വാക്കുകളുമാണ്. ഒന്ന് അധിനിവേശം തന്നെ. ഭൂമിയെ, വിഭവങ്ങളെ ഒക്കെ കൈവശപ്പെടുത്തുന്ന രീതി, സൈനികമായി ഒരു ജനതയെ കീഴടക്കുന്ന പ്രശ്നം, ഒരു ജനതയുടെ തന്നെ തുടച്ചു നീക്കലിനുള്ള ശ്രമം, എത്നിക് ക്ലെൻസിങ് എന്ന് പ്രശസ്ത യഹൂദ ചിന്തകനായ ഇലാൻ പാപ്പെ പറയുന്നു. പാലസ്തീൻ ജനതയുടെ തന്നെ തുടച്ചു നീക്കലിനുള്ള ഇസ്രായേലിൻ്റെ ശ്രമം. ഞാൻ സൂചിപ്പിച്ച അപ്പാർത്തൈഡ് നയങ്ങൾ വംശീയമായ വേർതിരിവിൻ്റെ അനുഭവമാണ് ദക്ഷിണാഫ്രിക്കയിൽ നാം കണ്ടതെങ്കിൽ പാലസ്തീനിൽ നാം കാണുന്നത് ശക്തമായ വേർതിരിവിൻ്റെ അനേക പരിശ്രമങ്ങളാണ്. ഇസ്രായേലി ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ, സൈനിക അതിക്രമങ്ങൾ, ചെക്ക് പോസ്റ്റുകൾ, പാലസ്തീൻ ജനതയ്ക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമില്ലാതാക്കൽ, ഇസ്രായേലിനകത്ത് തന്നെ യഹൂദർക്കൊരു നിയമവും ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള പാലസ്തീൻ ജനതയ്ക്ക് വേറൊരു നിയമവും, പ്രദേശങ്ങളെ യഹൂദ പ്രദേശങ്ങളെന്നും അറബ് പ്രദേശങ്ങളെന്നും മാറ്റി നിർത്തുന്ന രീതി, നാം കൊളോണിയൽ അധിനിവേശത്തെക്കുറിച്ച് ഒരുപാട് കാലം സംസാരിച്ചിട്ടുള്ളതാണ്. നമുക്ക് നേരിട്ടുള്ള കൊളോണിയൽ അനുഭവവുമുണ്ട്. എന്നാൽ സമകാലിക ലോകത്ത് നേരിട്ടുള്ള അതിശക്തമായിട്ടുള്ള കൊളോണിയൽ അധിനിവേശ അനുഭവം ഏറ്റവും കൂടുതൽ ഉള്ളത് പാലസ്തീൻ ജനതയ്ക്കാണ്. ഈ കുടിയേറ്റ കൊളോണിയലിസത്തിൻ്റെ, സെറ്റിലർ കൊളോണിയലിസത്തിൻ്റെ എല്ലാ ഭാരവും പേറുന്ന ജനതയാണ് പാലസ്തീൻകാർ. അപ്പോൾ ഈ ഇസ്രായേലി പാലസ്തീൻ സംഘർഷം എന്ന വ്യാഖ്യാനത്തിൽ പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നത് ഈ എത്നിക് ക്ലെൻസിങ്ങിൻ്റെയും അപ്പാർത്തൈഡിൻ്റെയും ക്രിമിനാലിറ്റിയുടെയും അധിനിവേശത്തിൻ്റെയും ഒക്കെ വ്യാഖ്യാനങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള സൂചനകൾ അധികം മാധ്യമങ്ങൾ നമുക്ക് തരുന്നില്ല. പാലസ്തീൻ അനുഭവം യഥാർത്ഥത്തിൽ ഈ അധിനിവേശത്തിൻ്റെ അകത്തുപെട്ടിട്ടുള്ള ഒരു ജനത പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, അതിജീവനത്തിനായി ശ്രമിക്കുന്നു. അങ്ങേയറ്റത്തെ സൈനികവും ആധിപത്യപരവുമായ പ്രതിസന്ധികളെ നേരിടുമ്പോഴും തലയുയർത്തി നിൽക്കാൻ ശ്രമിക്കുന്നു, ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് പാലസ്തീൻ ജനത നമുക്ക് നൽകുന്ന വലിയ സന്ദേശം.
പാലസ്തീനിൻ്റെ അവകാശ സമരങ്ങളുടെ ദീർഘചരിത്രത്തിലേക്ക് ഒന്നും പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നാം ഇന്ന് കാണുന്ന പ്രശ്നം ഏറ്റവും കൂടുതൽ അധിനിവേശ നയങ്ങൾ എങ്ങനെ ഈ ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് എന്ന അന്താരാഷ്ട്ര നിയമ വ്യാഖ്യാനങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നു. 1967 ഇസ്രായേൽ കൈയടക്കിയ പ്രദേശങ്ങൾ, കിഴക്കൻ ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഗാസയും. ആ കിഴക്കൻ ജെറുസലേമിലേക്ക് ഉള്ള ഇസ്രായേലി തീവ്ര വലതുപക്ഷ യഹൂദ സംഘടനകളുടെ വലിയ ഇരച്ചു കയറ്റം ഷെയ്ഖ് ജാറയിലൊക്കെ നാം ഇപ്പോൾ കണ്ടതാണ്. ഇസ്രായേൽ യൂണിഫിക്കേഷൻ ഡേ എന്ന് വിളിക്കുന്ന, ജെറുസലേമിൻ്റെ യൂണിഫിക്കേഷൻ ഡേ എന്ന് ഇസ്രായേലികൾ വിളിക്കുന്ന കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അത്. ആ ഒരു പരിപാടി ഞാൻ 90കളുടെ ആദ്യം ജെറുസലേമിൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ പ്രകടനങ്ങൾ എന്താണ് ഈ യൂണിഫിക്കേഷൻ ഡേ? 1967 യുദ്ധത്തിൽ കിഴക്കൻ ജെറുസലേം പിടിച്ചടക്കുകയും ആ അധിനിവിഷ്ട മേഖല പടിഞ്ഞാറൻ ജെറുസലേമിനോട് കൂടെ ചേർത്ത് കിഴക്കൻ ജെറുസലേമിനെ അനക്സ് ചെയ്ത് ഒരു ജെറുസലേമാക്കി മാറ്റുകയും അത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രവൃത്തിയെയാണ് ജെറുസലേം യൂണിഫിക്കേഷൻ ഡേ ആയി ഇസ്രായേലി ഭരണകൂടവും ആ ഭരണകൂടത്തിൻ്റെ നയങ്ങളെ അനുകൂലിക്കുന്ന യഹൂദരും കൊണ്ടാടുന്നു. ഈ യൂണിഫിക്കേഷൻ ഡേ പാലസ്തീൻ ജനതയുടെ, കിഴക്കൻ ജെറുസലേമിൻ്റെ പ്രത്യേകിച്ചും ജീവിതം അസാധ്യമാക്കുന്ന ഒരു ആഘോഷ പ്രകടനമാണ്. അത് നാം ഈ ആഴ്ച കണ്ടിട്ടുള്ളതാണ്. 2000 ഏരിയൽ ഷരോൺ ഹറമുൽ ഷരീഫിൽ പ്രവേശിച്ച് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതാണ്. 1987 പാലസ്തീൻ ഇൻതിഫാദയ്ക്ക് ശേഷം 2000 പാലസ്തീൻ ജനതയുടെ പോരാട്ടത്തിൻ്റെ പുതിയ മുഖമായ ഇൻതിഫാദ ഉണ്ടാവാനുള്ള കാരണം ഏരിയൽ ഷാരോണിൻ്റെ അതിക്രമിച്ചു കിടക്കലാണ്. അതിന് ഏറെക്കുറെ സമാനമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നാം കാണുന്നത്. അതിൽ നിന്ന് കുറേ വ്യത്യസ്തതകളും ഉണ്ട്. യെറുസലേമിനെ പൂർണ്ണമായും പിടിച്ചടക്കി തങ്ങളുടെ കൈകളിലാക്കാനുള്ള ശ്രമം തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള പാലസ്തീൻ ശ്രമങ്ങളാണ് നാം ഷെയ്ഖ് ജറയിലും ഹറമുൽ ഷരീഫിലും കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ പാലസ്തീൻ ജനതയെ ആകമാനവും ലോകത്തിലെ മുസ്ലിം ജനതയെ ഒക്കെ തന്നെയും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള സംഗതി മസ്ജിദ് അൽ അഖ്സയിൽ നടത്തിയിട്ടുള്ള ഇസ്രായേലി സൈനികരുടെ തേരോട്ടമാണ്.
റംസാൻ മാസത്തിൽ അതിൻ്റെ അവസാന ആഴ്ച അൽ-അഖ്സ പള്ളിയിൽ നടത്തിയ ആ അതിക്രമമാണ് ലോകമനസാക്ഷിയെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒലച്ചിട്ടുള്ളത്. പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ അനുഭവമൊക്കെയുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വലിയ തോതിൽ ഉണ്ടായിരുന്നതാണ് എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യ സമരകാലം തൊട്ട് തന്നെ അതുണ്ടായിരുന്നു. പക്ഷെ അതിന് വലിയ ഭംഗം വന്നിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു ഹിന്ദുത്വ ഭരണകൂടം ഇന്ന് അനേക വിധത്തിൽ ഇസ്രായേലി അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. ഡീഹൈഫനേഷൻ എന്നാണ് വിദേശ നയത്തിൽ ഇതിനെ അവർ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലും പാലസ്തീനും ഒന്നിച്ച് കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറ്റി ഇസ്രായേലിനെയും പാലസ്തീനെയും വെവ്വേറെ ആയി കണക്കാക്കുക എന്നുള്ള രീതി. അപ്പോൾ ഇസ്രായേലുമായി കാര്യങ്ങൾ നടത്തുമ്പോൾ, ഇസ്രായേലിന് വേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ പാലസ്തീനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ആ നയത്തിൻ്റെ സാങ്കത്യം. ഈ പാലസ്തീൻ പ്രശ്നം യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടൊരു പാലസ്തീൻ പ്രശ്ന ചർച്ച എങ്ങനെയാണ് സാധ്യമാവുക? പാലസ്തീനുള്ള നയം രൂപീകരിക്കുന്നതിൽ ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക? ഇസ്രായേലി അധിനിവേശത്തെക്കുറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ കുടിയേറ്റ ശ്രമങ്ങൾ, ഇസ്രായേലിൻ്റെ സൈനികാധിപത്യങ്ങൾ, ഇസ്രായേലിൻ്റെ തന്നെ കിഴക്കൻ ജെറുസലേമിൻ്റെ നേരെയുള്ള നയപരിപാടികൾ, സൈനിക നീക്കങ്ങൾ, ഇവയൊക്കെ ഇസ്രായേലിനെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നയത്തിലൂടെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഇസ്രായേലി അനുകൂല നിലപാട് എടുക്കുന്നതിനെയാണ് ഈ ഡീഹൈഫനേഷൻ എന്ന പേരിൽ വിദേശ നയ വൃത്തങ്ങളിൽ സംസാരിക്കുന്നത്. ഇന്ത്യയിലെ പുതിയ ഒരു ജനറേഷനെ പാലസ്തീൻ അനുകൂലമായി നിലനിന്നിരുന്ന ഒരു വീക്ഷണത്തിൽ നിന്ന് മാറ്റി ഇസ്രായേലിനെയും പാലസ്തീനെയും വേറൊരു കണ്ണിലൂടെ ഇസ്രായേലി ആധിപത്യത്തെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള ഒരു വീക്ഷണത്തിലേക്ക് മാറ്റി തീർക്കുന്നതിന് പുതിയ നയപരിപാടികൾ ഇവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ചെറുപ്പക്കാരുടെ മനോഭാവത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ നയങ്ങളും ഇസ്രായേലി അനുകൂല സമീപനവും തമ്മിലുള്ള മുഖ്യമായിട്ടുള്ള ഈ ബന്ധത്തെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പാലസ്തീനോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം മീനിങ്ഫുള്ളായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ തന്നെ രാഷ്ട്രീയ സമരത്തിൻ്റെ കൂടി ഭാഗമാണ് യഥാർത്ഥത്തിൽ പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുവെ സംസാരിക്കുന്ന രാജ്യങ്ങളാണ് അറബ് ലോകത്തുള്ളത്.
പക്ഷെ ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നതിന് വലിയ തോതിലുള്ള സഹായമൊന്നും അറബ് രാജ്യങ്ങളിൽ മിക്കതിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപൂർവം ചില രാജ്യങ്ങൾ ഒഴിച്ചു. ഇപ്പോൾ ഗൾഫിലെയൊക്കെ രാജഭരണങ്ങൾക്ക് പാലസ്തീനു വേണ്ടി ധാരാളം ധനസഹായം ചെയ്യുന്നുണ്ടായിരുന്നു. വാക്കുകളിൽ ഒരുപാട് ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് പാലസ്തീൻകാരുടെ യഥാർത്ഥമായിട്ടുള്ള സമരത്തിൻ്റെ കാര്യം വരുമ്പോൾ, പാലസ്തീൻ ജനതയുടെ പരമാധികാരത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ, പാലസ്തീൻ ജനതയുടെ കൊളോണിയൽ ആധിപത്യ വിരുദ്ധ സമീപനങ്ങൾ വരുമ്പോൾ, അവയോട് എത്ര കണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഐക്യദാർഢ്യം അറബ് ലോകത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ആലോചനയ്ക്ക് വിധേയമാവേണ്ട കാര്യമാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം അടുത്ത കാലത്തുള്ളത്. UAEയും ബഹ്റിനും ഒക്കെ, സുഡാനും മൊറോക്കോയും ഒക്കെ ഇസ്രയേലുമായി നേരിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടാൻ ഏർപ്പെടുകയുമുണ്ടായി. എബ്രഹാം അക്കോർഡ് എന്നൊക്കെ പറയുന്ന സംഗതി. എന്താണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനായി പറഞ്ഞിരുന്നത്? പലസ്തീൻ പ്രദേശങ്ങളിലുള്ള ഇസ്രായേലി കുടിയേറ്റത്തെ അത് നിർത്തലാക്കാൻ ഉള്ള ഒരാഹ്വാനം UAEയും ഇസ്രായേലും സൈൻ ചെയ്ത എഗ്രിമെൻറ്റിലുണ്ട്. പക്ഷെ എവിടെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്? യഥാർത്ഥത്തിൽ കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന, നാം ഈ സംസാരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റ ശ്രമങ്ങളെ, ഹൗസിംഗ് പ്രോജക്റ്റുകളെ എതിർക്കാൻ UAE പോലുള്ള അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായിട്ടുള്ള യാഥാർത്ഥ്യം. അറബ് രാജ്യങ്ങളിൽ നാം ദശാബ്ദങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പുകൾ കാര്യമായി തന്നെ നമ്മുടെ വിമർശനത്തിന് വിധേയമാവേണ്ടതായിട്ടുണ്ട്. ഈജിപ്തിൻ്റെ കാര്യം എടുക്കുക. 1978 ക്യാമ്പ് ഡേവിഡ് സന്ധി സംഭാഷണങ്ങൾ നടക്കുമ്പോഴും, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് എന്ന് സൈൻ ചെയ്യുമ്പോഴും, 1979 ഈജിപ്ഷ്യൻ ഇസ്രായേലി പീസ് ട്രീറ്റി സൈൻ ചെയ്യുമ്പോഴും ഒക്കെ പാലസ്തീൻകാരെ ഒരു വിധത്തിലും കണക്കാക്കാതെയുള്ള, അവരുടെ പങ്കാളിത്തമില്ലാതെയുള്ള ഒരു നയസമീപനമാണ് ഈജിപ്ത് എടുത്തിരുന്നത് അൻവർ അൽ സാദത്തിൻ്റെ കാലത്ത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ജോർദാൻ്റെ കാര്യത്തിലും സ്ഥിതി വളരെ വ്യത്യാസമൊന്നും ഇല്ല. ഇസ്രായേലിൻ്റെ ആധിപത്യ നടപടികളെ വെള്ളപൂശുന്നതിന്, അതിന് സാധുത കൊടുക്കുന്നതിന് ഈ പല അറബ് രാജ്യങ്ങളുടെയും നിലപാടുകൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ വിഷമകരമായിട്ടുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്. ഇതൊക്കെ ആവശ്യപ്പെടുന്നത് ലോക ജനതയിൽ നിന്ന് കൂടുതൽ ശക്തമായ, കൂടുതൽ ജാഗ്രതയോടുകൂടിയുള്ള പ്രായോഗികമായ സമീപനങ്ങൾ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന് വേണ്ടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ്.
BDS മൂവ്മെൻറ്റ് പോലുള്ള ഇസ്രായേലിനെ ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഭരണകൂടത്തെ എങ്ങനെ സാങ്ഷൻസിലൂടെയൊക്കെ നേരിടാൻ ലോക സമൂഹം ശ്രമിച്ചു, ആ രീതിയിലുള്ള ശ്രമങ്ങൾ ശക്തമായി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒരു ധാർമ്മിക പ്രശ്നം, നൈതികതയുടെ പ്രശ്നം, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള നിലക്ക് പാലസ്തീൻ പ്രശ്നത്തെ കാണുമ്പോൾ നമ്മിൽ നിന്ന് പാലസ്തീൻ ജനത പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ശക്തിയുള്ള, മൂർച്ചയുള്ള ഐക്യദാർഢ്യ ശ്രമങ്ങളാണ്. അത് നമ്മുടെ തന്നെ രാഷ്ട്രീയ ബോധത്തെ കൂടുതൽ റിഫൈൻ ചെയ്യുന്ന ഒന്ന് ആയിരിക്കണം. നമ്മുടെ തന്നെ അധിനിവേശ വിരുദ്ധ മനോഭാവത്തെ കൂടുതൽ തെളിച്ചത്തോടെ കൊണ്ടുവരുന്ന ഒന്നായിരിക്കണം. പാലസ്തീൻ ജനത നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ്. അതിനുള്ള ആലോചനയും പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരം. ലോകത്തിന്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ വീണ്ടും പുതിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഫലസ്തീനിലെ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സാക്ഷി മരവിച്ച ലോകം നിരാലംബരായ ഫലസ്തീൻ ജനതയ്ക്ക് മുമ്പിൽ നിസ്സംഗരായോ നിഷ്ക്രിയരായോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നവരായോ തുടരുന്ന പതിവ് പശ്ചാത്തലത്തിലാണ് കേരള മനസ്സിന്റെ പ്രതിഫലനമെന്നോണം മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫലസ്തീനിലെ പുതിയ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫലസ്തീൻ വിഭജിക്കപ്പെടുമ്പോൾ ഇസ്രായേലിനായി നീക്കിവെച്ച പ്രദേശങ്ങളും ഫലസ്തീനായി നീക്കിവെച്ച പ്രദേശങ്ങൾക്കും പുറമെ ജെറുസലേം എന്ന് പറയുന്ന സുപ്രധാനമായ മർമ്മപ്രധാനമായ ഇടം ഐക്യരാഷ്ട്രസഭയുടെ കീഴിലായിരുന്നു. അതിൽ കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബാങ്കിന്റെ കീഴിലാണ്. കിഴക്കൻ ജെറുസലേമിന്റെ ഭാഗമാണ് നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായ മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലെ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന 27ാമത്തെ രാവിലുണ്ടായ ഫലസ്തീൻ അവരുടെ ഫലസ്തീനിലെ ജനങ്ങൾക്ക് മുമ്പിൽ 10,000-ഓളം വരുന്ന ആളുകളാണ് അവിടെ അന്ന് പ്രാർത്ഥനയ്ക്കുണ്ടായത് എന്നാണ് പറയുന്നത്. ആ പ്രാർത്ഥന ഒരു വേറൊരു അർത്ഥത്തിൽ ഒരു പ്രതിഷേധം കൂടിയായിരുന്നു. പക്ഷേ അതിനു നേരെ ഇസ്രായേൽ നടത്തിയ അതിക്രൂരമായ പീഡനങ്ങളാണ് പുതിയ സംഘർഷത്തിന് വഴിവെച്ചത്. അതിന്റെ കാരണം മസ്ജിദുൽ അഖ്സയ്ക്ക് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷെയ്ഖ് ജാറയിൽ അവിടെയുള്ള ഫലസ്തീനികളെ ഒഴിപ്പിച്ചുകൊണ്ട് പുതിയ ജൂത കുടിയേറ്റം സാധ്യമാക്കുന്നതിന് ഇസ്രായേൽ നടത്തിയ ശ്രമങ്ങളാണ്. ഇത് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ രൂപം കൊണ്ടത് മുതലേ തുടരുന്ന ഒരു അധിനിവേശ ശ്രമത്തിന്റെ ഭാഗമാണ്. ഓരോ പ്രദേശവും ഇങ്ങനെ ഇസ്രായേലിനോട് ചേർത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘർഷമുണ്ടാകും, ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പുണ്ടാകും, പോരാട്ടമുണ്ടാകും. രാജ്യമില്ലാത്ത അവർ ഒരു രാജ്യത്തിനു വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ പലപ്പോഴും ഒരു സംഘടനമായിട്ടാണ് പലരും വീക്ഷിക്കാറ്. യഥാർത്ഥത്തിൽ അതൊരു സംഘടനമല്ല, അത് ഒരു അധിനിവേശത്തിനെതിരെയുള്ള ഒരു സമരമാണ്, ഒരു പോരാട്ടമാണ്. ആ രീതിയിലാണ് ഫലസ്തീൻ വിമോചന സമരം വളർന്നു വലുതായത്. ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ഏറ്റവും പുതിയ അക്രമത്തിനെതിരെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്കുണ്ടായ റോക്കറ്റ് ആക്രമണവും തുടർന്ന് ഇസ്രായേലിന്റെ തിരിച്ചടിയും ഒരു സംഘർഷത്തിന്റെ സ്വഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും നേരത്തെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് ഇസ്രായേലികൾക്ക് ഭീഷണിയായിട്ടുണ്ട്, ഇസ്രായേൽ സിവിലിയൻസിന് ഭീഷണിയായിക്കൊണ്ടിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നത് ഒക്കെ പുതിയ കാര്യമാണ്. എന്നാൽ ഫലസ്തീനിന്റെ ഒരു ചരിത്രം അതൊരു ചെറുത്തുനിൽപ്പിന്റെ, ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ. അങ്ങനെയാണ് ലോകത്തിന്റെ ഒരു മുൻകാലങ്ങളിൽ ഒരു അനുകൂലമായ ഒരു മനോഭാവം ഫലസ്തീനികളോട് കുറേയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ നിരന്തരം തുടരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സാമ്രാജ്യത്വത്തിന്റെ ഒരു
അല്ലെങ്കിൽ കൊളോണിയലിസത്തിന്റെ ഒരു സൃഷ്ടിപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഫലസ്തീൻ സംഘർഷം എന്ന് വേണം നമ്മൾ ആദ്യം കണക്കിലെടുക്കേണ്ടത്, കരുതേണ്ടത്. സാമ്രാജ്യത്വം അങ്ങനെയാണ്, നമുക്കിഷ്ടമില്ലാത്തതാണ് നമ്മളെ അടിച്ചേൽപ്പിക്കുക. അപ്പോൾ സമാനമായ 1948 ഇസ്രായേൽ ഫലസ്തീൻ വിഭജിച്ച് രൂപീകൃതമാകുന്ന അതേ കാലയളവിൽ തന്നെയാണ് തൊട്ട് മുമ്പ് 1947 ഇന്ത്യ ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നതും ഇന്ത്യ വിഭജിക്കപ്പെടുന്നതും. നമുക്കിഷ്ടമില്ലാത്തതാണ് ഇന്ത്യ വിഭജനം. പക്ഷെ ഇന്ത്യ വിഭജനത്തിന്റെ അതേ കാലയളവിൽ ഫലസ്തീൻ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാകുമ്പോൾ രണ്ടും സാമ്രാജ്യത്വത്തിന്റെ ഒരു ബാക്കിപത്രം, അല്ലെങ്കിൽ അവർ വരുത്തിവെച്ച ഏറ്റവും വലിയ മുറിവായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിൽ അതിർത്തികൾ നിശ്ചയിക്കുകയും രണ്ട് രാജ്യങ്ങൾ രൂപപ്പെടുകയും രണ്ട് രാജ്യത്തും ഭരണകൂടങ്ങൾ ഉണ്ടാകുകയും ആ ഭരണകൂടങ്ങൾക്ക് ലോക അംഗീകാരം ലഭിക്കുകയും ആ ഭരണകൂടങ്ങൾക്ക് കീഴിൽ അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്ന 70 വർഷമാണ് കഴിഞ്ഞു പോയത്. ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറന്നുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. എന്നാലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ലഭിക്കേണ്ട സുരക്ഷിതത്വം ന്യൂനപക്ഷത്തിന് താരതമ്യേന ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ സവിശേഷത എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് രാജ്യങ്ങളാണ്, രണ്ട് സ്റ്റേറ്റ്സ് അതിരുകൾ നിശ്ചയിക്കപ്പെട്ട് രൂപീകൃതമായതാണ് ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഒരു നമുക്കിഷ്ടമില്ലാത്തതാണെങ്കിൽ കൂടി സംഭവിക്കുകയും ഇപ്പോൾ തുടരുകയും ചെയ്യുന്ന അവസ്ഥ. എന്നാൽ ഫലസ്തീനിൽ അങ്ങനെയല്ല. ഫലസ്തീൻ വിഭജിച്ച് ഇസ്രായേൽ രൂപപ്പെട്ടു എങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പോഴും അതിരുകൾ നിശ്ചയിക്കപ്പെടാത്ത ഒരു രാജ്യമായി തുടരുന്നു എന്നതാണ് അതിന്റെ കാര്യം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്നത് സയനിസ്റ്റ് മനോഭാവമനുസരിച്ച്, പ്രത്യയശാസ്ത്രമനുസരിച്ച് അത് ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയാണ്. നൂറ്റാണ്ടുകളോളം അത്തരമൊരു വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള കുറെ തീവ്ര മനോഭാവങ്ങളും ചിന്താഗതികളും എല്ലാം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഏരിയൽ ഷാരോൺ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രതിഷേധം നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതാണ്. ഏരിയൽ ഷാരോൺ ഇസ്രായേൽ ഭരിച്ചവരിൽ ഏറ്റവും തീവ്രമായ സയനിസ്റ്റ് ആശയം വെച്ചു പുലർത്തിയിരുന്ന ഒരാളാണ്. 1967 അറബ് സേനക്കെതിരെയുള്ള നിർണായകമായ ഇസ്രായേലിന്റെ വിജയത്തിന്റെ മുഖ്യശില്പി അല്ലെങ്കിൽ അതിന്റെ ആസൂത്രകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ഏരിയൽ ഷാരോൺ. അന്താരാഷ്ട്ര കോടതിയിൽ വരെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1948 ഇസ്രായേൽ രൂപീകൃതമാകുമ്പോൾ ഏരിയൽ ഷാരോൺ നീതിന്യായ പീഠത്തിന് മുമ്പിൽ വിചാരണക്ക് വിധേയനാകുന്നുണ്ട്. അതിന്റെ കാരണം ഒരു അറബ് ഗ്രാമം അങ്ങനെ അല്ല അപ്പാടെ കൂട്ടക്കൊലക്ക് വിധേയമാക്കി, കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കി എന്നതാണ് ഏരിയൽ ഷാരോൺ ചെയ്ത കുറ്റം. ആ കുറ്റം ചെയ്ത ഷാരോനോട് ജഡ്ജി ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാണ് നിഷ്കളങ്കരായ ഈ അറബികളെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്തത്? ആരാണ് താങ്കളെ ഇതിന് പ്രേരിപ്പിച്ചത്? അതിന് അദ്ദേഹം മറുപടി പറയുന്നത്, എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളാണ്, ഭരണകൂടമാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നു, ഭരണകൂടം നിഷ്കളങ്കരെ കൊല്ലുന്നതിന് പ്രേരിപ്പിക്കുന്നു. അപ്പോഴാണ് ഷാരോൺ സയനിസത്തിന്റെ ആ കുപ്രസിദ്ധമായ ആപ്തവാക്യം പറയുന്നത്, എ ലാൻഡ് വിത്തൌട്ട് പീപ്പിൾ ഈസ് ഫോർ പീപ്പിൾ വിത്തൌട്ട് ലാൻഡ്. ജനതയില്ലാത്ത ഭൂമിക്ക്, ജനതയില്ലാത്ത ഭൂമിയിലേക്ക് ഭൂമിയില്ലാത്ത ജനത എന്ന നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ആളുകളില്ലാത്ത ഭൂമിയിലേക്ക് ഭൂമിയില്ലാത്ത ആളുകളെ കുടിയിരുത്തുക എന്നതാണ് സയനിസം പറഞ്ഞു പഠിപ്പിച്ചത്. അതിന്റെ ഭാഗമായി ഷാരോൺ പറയുന്നു, ഞാൻ ശൂന്യമായ ഇരിക്കേണ്ട ഒരു പ്രദേശത്ത്, ആളുകൾ ഉണ്ടാകാൻ പാടില്ലാത്ത പ്രദേശത്ത് ആളുകളെ കണ്ടപ്പോൾ ഞാൻ വെടിവെച്ചു. അതാണ് ആ ഒരു കൂട്ടക്കുരുതിക്ക് തന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിന് ഉത്തരമുട്ടുകയാണ്. അങ്ങനെയാണ് സയനിസം പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1917 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആർതർ ബാൽഫറിന്റെ നേതൃത്വത്തിൽ ജെറുസലേം ആസ്ഥാനമായി ഒരു ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുക എന്ന ആശയത്തിന് പിൻബലം ലഭിക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഫലസ്തീൻ ഭൂപ്രദേശത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ആളുകളില്ലാത്ത ഭൂമിയെ ആയിരുന്നില്ല. പക്ഷേ അത് ജൂദായ സമരിയ, ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമി എന്ന രീതിയിൽ, അത് ജൂതന്മാരുടെ ഒരു പ്രദേശം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അവിടെ ശൂന്യമായ പ്രദേശമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത്, അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് തുടരുന്ന സംഘർഷത്തിന്
ഈ ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിക്ക് ജൂതന്മാർ വിശേഷിപ്പിക്കുന്ന ആ പ്രദേശത്തിന് ഇപ്പോഴും അതിരുകൾ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓരോ സമയത്തും അതിരുകൾ വിപുലമാക്കുന്നതിന് ജൂതന്മാരെ കുടിയിരുത്തുന്നതിന് വേണ്ടിയുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളാണ് ഓരോ ഘട്ടത്തിലും സംഘർഷമുണ്ടാക്കുന്നത്. ആ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഈ സംഘർഷാവസ്ഥ തുടരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിന് വേണ്ടി ലോകം ഇന്ന് ഫലസ്തീനികൾക്ക് ഒപ്പമില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ സംഘടനം എന്നാണ് അവിടെ നടക്കുന്ന ഇസ്രായേലിന്റെ അധിനിവേശ ശ്രമങ്ങളെ ലോകം ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു സംഘടനമേ അല്ല, അതൊരു സമരമാണ്, ഒരു ചെറുത്തുനിൽപ്പാണ്, ഒരു പോരാട്ടമാണ്. ഇപ്പം ഏറ്റവും ഒടുവിലുണ്ടായ മസ്ജിദുൽ അക്സയിലെ ഇസ്രായേലിന്റെ അക്രമത്തിന് ശേഷം ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുകയും തിരിച്ച് ഇസ്രായേൽ ഗാസയിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും അങ്ങനെ പരസ്പരമുള്ള ഒരു സംഘർഷം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ടല്ല അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന്റെ രീതി തീർച്ചയായും ഹമാസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇസ്രായേലിൽ തന്നെ സിവിലിയൻസ് ഫലസ്തീൻ പൌരന്മാർ നടത്തുന്ന ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പൌരന്മാർക്ക് വലിയ ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടേത് ഒരു പോരാട്ടമായിരുന്നു. നമുക്കറിയാം, നോബൽ സമ്മാനം നേടിയ യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലുണ്ടായ ആ പോരാട്ടം, ഫലസ്തീൻ വിമോചന മുന്നണിയുടെ നേതൃത്വത്തിലുണ്ടായ ആ സമര പോരാട്ടങ്ങൾ ലോകത്തിന്റെ ഒരു അനുതാപം അവർക്ക് അനുകൂലമാക്കി എടുക്കുന്നതിന് സാധിച്ചു. പിന്നീട് PLO നേതൃത്വത്തിനുണ്ടായ യാസർ അറഫാത്തിന് ശേഷം വിശേഷിച്ചുണ്ടായ അവരുടെ കഴിവുകേടും അവരുടെ അഴിമതിയും എല്ലാം അവരുടെ ഒരു ഫലസ്തീൻ ജനതയ്ക്ക് അവരിലുള്ള ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന അത്ര പോലും ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഫലസ്തീൻ വിഷയം പരിഹരിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് എന്ന ഒരു ഉൾക്കാഴ്ചയും അത് പരിഹരിക്കുന്നതിന് ഫലസ്തീനികളുടെ ഒപ്പം നിൽക്കേണ്ട നേതൃത്വം അല്ലെങ്കിൽ അറബ് നേതൃത്വം അല്ലെങ്കിൽ മുസ്ലിം നേതൃത്വം പലപ്പോഴും അതിൽ നിന്നും മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്ന ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഫലസ്തീനികളെ എപ്പോഴും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതൃത്വം ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. 1980കളുടെ ഒടുവിലാണ് ഇൻതിഫാദ രൂപപ്പെട്ടു വരുന്നത്. അത് ഒരു വലിയ പോരാട്ടമായിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ വന്ന ടെലിവിഷൻ ഫുട്ടേജുകൾ ലോകത്തിന്റെ ഒരു അനുതാപം, ലോകമനസ്സിന്റെ ഒരു ഫലസ്തീൻ പോരാട്ടത്തോടുള്ള ഒരു പിന്തുണ വർദ്ധിപ്പിച്ച ഒരു ഘട്ടമായിരുന്നു അത്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെയാണ് 1990കളുടെ തുടക്കത്തിൽ നമുക്കറിയാം സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ കുവൈറ്റ് അധിനിവേശം ഉണ്ടാകുന്നത്. കുവൈറ്റിലെ എണ്ണ മോഹിച്ചുകൊണ്ട് സദ്ദാം നടത്തിയ അധിനിവേശത്തിനെതിരെ ലോകത്തിന്റെ വിശേഷിച്ച് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഇറാഖിനെതിരെ യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ ന്യായം ഫലസ്തീനുമേൽ ഉള്ള ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിച്ചാൽ ഈ കുവൈറ്റിന് മേലുള്ള അധിനിവേശവും അവസാനിപ്പിക്കാമെന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ തരം ഓരോരുത്തരും ഫലസ്തീൻ വിഷയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ ഇൻതിഫാദക്ക് ഉണ്ടായിരുന്ന ലോക പിന്തുണ സദ്ദാമിന്റെ ഈ ഒരു ഇടപെടലോടുകൂടെ കുറഞ്ഞു വന്നതായി നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് ഫലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ രാഷ്ട്രീയ പരിഹാരം എന്തുകൊണ്ടുണ്ടാകുന്നില്ല, എന്തുകൊണ്ട് ഇന്നും അതൊരു സാമ്രാജ്യത്വത്തിന്റെ കൈക്കുറ്റപ്പാടായി തുടരുന്നു, എന്തുകൊണ്ട് ആ മുറിവ് ലോകത്തിന്റെ മുമ്പിൽ ഇപ്പോഴും ഒരു വേദനയായി ശേഷിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് പരിഹാരം കാണേണ്ടവർ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഫലസ്തീന്റെ സഹോദര രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾ വരെ ഇപ്പോൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അറബ് രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതെന്ന് മാത്രമല്ല, മറ്റു ചിലർ നീണ്ട കുറെ കാലയളവ് ഉണ്ടായിട്ടില്ലാത്ത ഇസ്രായേലുമായുള്ള ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കുന്നതിനുള്ള ആലോചനകളൊക്കെ നടത്തും. അതായത് ഫലസ്തീനികൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണ കൊടുക്കേണ്ട രാഷ്ട്രീയ നേതൃത്വവും അതിന് വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഈ ഘട്ടത്തിലാണ് നമ്മൾ
ഇപ്പോൾ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് ഫലസ്തീനിലുള്ള എല്ലാ സംഘർഷ സമയത്തും, ഗാസയിലുണ്ടാകുന്ന അക്രമത്തിന്റെ സമയത്തായാലും ശരി, അതല്ലെങ്കിൽ ഗോലാൻ കുന്നിലുണ്ടാകുന്ന ഇസ്രായേൽ അധിനിവേശത്തിന്റെ കാലത്തായാലും ശരി, ഫലസ്തീൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു സംഘർഷം രൂപപ്പെട്ട് ശ്രദ്ധാകേന്ദ്രമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള ഐക്യദാർഢ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അത് ഒരു മുസ്ലിം ഐക്യദാർഢ്യമായിട്ടല്ല, കേരളത്തിന്റെ ഒരു പ്രതിഫലനം എന്നോണം. കേരളം അങ്ങനെയാണ്. കേരളം എപ്പോഴും, അല്ലെങ്കിൽ ഇന്ത്യ എപ്പോഴും അങ്ങനെയായിരുന്നു, ഫലസ്തീന്റെ ഒപ്പം നിൽക്കുന്ന കാര്യമായിരുന്നു. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യം, ഇപ്പൊ നമുക്കറിയാം തലശ്ശേരി കൊയിലാണ്ടി മേഖലയിലാണ് ആദ്യകാല മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം നടന്നത്. മലബാർ ഡിസ്ട്രിക്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മഹാനായ KM സിരി സാഹിബിന്റെയും സത്താർ സേട്ടു സാഹിബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന മുസ്ലിം ലീഗിന്റെ ആദ്യകാല പ്രവർത്തനം. തലശ്ശേരിയും കൊയിലാണ്ടിയുമായിരുന്നു അതിന്റെ കേന്ദ്രങ്ങൾ. അപ്പോൾ കൊയിലാണ്ടിയിൽ നടന്ന ഒരു മുസ്ലിം ലീഗ് സമ്മേളനത്തെക്കുറിച്ച് കൊയിലാണ്ടി മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉള്ള ഒരു ചരിത്രരേഖയിൽ കാണാവുന്ന ഒരു കാഴ്ച CHന്റെ ജീവചരിത്രത്തിൽ MC പറയുന്നുണ്ട്. അത് വളരെ കൗതുകരമായി എനിക്ക് തോന്നി. 1937 ഡിസംബർ 5 ഇതുപോലുള്ള ഒരു പെരുന്നാൾ ദിവസം, ഈദുൽ ഫിത്തർ ദിവസം, കൊയിലാണ്ടി കടപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനം 1938 ആ കമ്മിറ്റിയുടെ വാർഷിക റിപ്പോർട്ടിലാണ് പറയുന്നത്, 1937 ഡിസംബർ 5 കൊയിലാണ്ടി കടപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഫലസ്തീൻ ജനതയ്ക്ക് മേൽ നടത്തുന്ന മർദ്ദനമുറകൾക്കെതിരെ പ്രമേയം പാസാക്കി എന്നതാണ്. നമ്മളൊന്ന് ആലോചിക്കണം. അതായത് ഫലസ്തീനിൽ ഇസ്രായേൽ സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്നെ ഫലസ്തീനിൽ പീഡനം അനുഭവിക്കുന്ന അറബ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ആദ്യകാല മുസ്ലിം ലീഗ് നേതൃത്വം. ഇന്നത്തെ ആശയവിനിമയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ആ കാലം മുതലേ നമ്മൾ തുടക്കത്തിൽ അത്തരം ഒരു ലോക മുസ്ലിം സമൂഹവുമായി താദാമ്യം പ്രാപിക്കാനും, അല്ലെങ്കിൽ ലോകത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പീഡനം അനുഭവിക്കുന്നവരുടെ ഒപ്പം നിൽക്കാനും നമ്മൾ മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നീട് നമുക്കറിയാം മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കൊയിലാണ്ടി ആസ്ഥാനമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗവേദിയിലേക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ യോഗങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോയത് കൊയിലാണ്ടിയിലുള്ള ആദരണീയനായ സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങളാണ്. സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങളുടെ കുറിപ്പുകളും കൊയിലാണ്ടി ലീഗ് ഓഫീസിലുണ്ട്. അതിൽ അദ്ദേഹം 1945 ഒക്ടോബർ മാസത്തിൽ നടേരിയിൽ ഒരു യോഗത്തിനു വേണ്ടി പോവുകയും അവിടെ ജുമാ നമസ്കാരത്തിന് ശേഷം നടേരിയിൽ നടന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ യോഗത്തിൽ CH മുഹമ്മദ് കോയയോടൊപ്പം ആ യോഗത്തിന് ശേഷം ഫലസ്തീൻ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങളുടെ കുറിപ്പിലുള്ളത്. CH മുഹമ്മദ് കോയയോടൊപ്പം 1945 ഒക്ടോബർ മാസത്തിൽ ഫലസ്തീൻ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടിട്ടില്ല. അതിന്റെ ആലോചനകളും ആസൂത്രണങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യകാല മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായ നേതൃത്വം ഇത്തരം വിഷയങ്ങളോട് ഒപ്പം നിൽക്കാനും പ്രതിഷേധമറിയിക്കാനും സാമ്രാജ്യത്വത്തിന് എതിരെ ഉള്ള പോരാട്ടത്തിന്റെ ഭാഗമാകാനും ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. സാന്ദർഭികമായി ഒരു പെരുന്നാൾ ദിവസം തന്നെയാണ് നമ്മൾ ഫലസ്തീനിലെ ഇപ്പോഴത്തെ സംഘർഷത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് കൂടി ഇപ്പോൾ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തുടക്കത്തിലെ നമ്മളിപ്പോൾ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അത് കേരളത്തിന്റെ ഒരു പ്രതിഷേധമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെയും നിലപാട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമുക്ക് ഓരോ ഫലസ്തീൻ സംഘർഷമുണ്ടാകുമ്പോഴും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആ വാക്കുകൾ നമ്മളെപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ഫ്രഞ്ചുകാർക്കെന്ന പോലെ, ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്കെന്ന പോലെ ഫലസ്തീൻകാർക്കും അവരുടെ മാതൃരാജ്യമാണ്, അവർക്ക് പ്രിയപ്പെട്ടതാണ് എന്ന ഗാന്ധിയുടെ ആ വാക്കുകൾ നമ്മൾ എപ്പോഴും ഓർത്തെടുക്കാറുണ്ട്. ഗാന്ധിയുടെ ആ വീക്ഷണത്തിന് അനുസൃതമായി തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള ഇന്ത്യയിലെ ഭരണകൂടം ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ ഇപ്പോൾ അനുബന്ധമായി പറയേണ്ടതുണ്ട്. മാത്രമല്ല ഫലസ്തീൻ ഒരു രാഷ്ട്രമായി ഐക്യരാഷ്ട്ര സഭ പോലും അംഗീകരിക്കുകയും പരിഗണിക്കുന്നതിന് മുമ്പ് ഇപ്പോഴും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയിലെ ജനറൽ അസംബ്ലി ഫലസ്തീൻ അംഗത്വമില്ല.
പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് യാസർ അറഫാത്തിന് ഒരു രാഷ്ട്രനായകന്റെ എല്ലാ പദവികളും കൊടുത്തുകൊണ്ട് റെഡ് കാർപ്പറ്റ് വിരിച്ചാണ് യാസർ അറഫാത്തിനെ ഇന്ദിരാഗാന്ധി സ്വീകരിച്ചത്. രാജീവ് ഗാന്ധി അങ്ങനെയായിരുന്നു. പിന്നീട് നരസിംഹറാവിന്റെ കാലത്താണ് ആദ്യമായി ഇസ്രായേലുമായി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കുട്ടിക്കാലത്ത് മൈനർ പാസ്പോർട്ട് എടുത്തപ്പോൾ എന്റെ പാസ്പോർട്ടിൽ കാണുന്നത് ഈ പാസ്പോർട്ട് ഉപയോഗിച്ച്, അത് ആ കാലത്തെ എല്ലാ പാസ്പോർട്ടിലും അങ്ങനെയായിരുന്നു, ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് 2 രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയില്ല. ഒന്ന് ഇസ്രായേലും മറ്റൊന്ന് വർണ്ണ വിവേചനം നിലനിന്നിരുന്ന സൗത്ത് ആഫ്രിക്കയുമായിരുന്നു. ഈ 2 രാജ്യങ്ങളിലും ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ഒരു പാസ്പോർട്ട് അനുവദിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ അത് ആ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ കറുത്തവരുടെ ഭരണം വന്നു. നെൽസൺ മണ്ടേല വിമോചിതനായി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭരണകൂടം വന്നു. ദക്ഷിണാഫ്രിക്കയുമായി നമുക്ക് ആ രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധം വന്നു. പിന്നീട് റാവിന്റെ കാലത്ത് ആരംഭിച്ച നയതന്ത്ര ബന്ധം രണ്ടാം വാജ്പേയിയുടെ കാലത്താണ് കൂടുതൽ ദൃഢമാകുന്നത്. അതിനുശേഷം 2 UPA സർക്കാരുകളും നിലവിൽ വരികയും 2 UPA സർക്കാരിന്റെ കാലത്തും ഫലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം അതിശക്തമായ രീതിയിൽ ഇന്ത്യ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിന് നേതൃത്വം കൊടുത്ത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ സിദി സാഹിബിന്റെ അല്ലെങ്കിൽ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ശിഷ്യനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന ഒരു വിശ്വപൗരൻ എന്ന തലത്തിലേക്ക് ഉയർന്നു വന്ന മഹാനായ അഹമ്മദ് സാഹിബ്, മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, UPA 2 സർക്കാരിലും വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു അത്തരം പശ്ചിമേഷ്യയുടെയും അതുപോലെ തന്നെ അത്തരം രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളുടെ ചുമതല. അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം, യാസർ അറഫാത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫലസ്തീനിലെ ഏതൊരു കുട്ടിക്കും അറിയാവുന്ന പേരാണ് അഹമ്മദ് എന്നത്. യാസർ അറഫാത്തിന് റാമല്ലയിൽ വീട്ടുതടങ്കലിലാക്കിയപ്പോൾ വിദേശകാര്യമന്ത്രിയായ 4 മാസത്തിന് അകം അഹമ്മദ് സാഹിബ് യാസർ അറഫാത്തിനെ കാണാൻ പോകുന്നതും അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നതും അദ്ദേഹവുമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരു മുസ്ലിം ലീഗുകാരൻ എന്ന നിലയിൽ നമ്മൾ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കേണ്ട സന്ദർഭമാണ്. ഗാസയിലെ 76,000 വരുന്ന കുട്ടികൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനസഹായം എത്തിക്കാൻ അഹമ്മദ് സാഹിബിന് കഴിഞ്ഞു എന്നുള്ളത് കൂടി ഓർത്തിട്ടാക്കണം യാസർ അറഫാത്ത് ഫലസ്തീനിലെ എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന പേരാണ് അഹമ്മദ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടും നമ്മുടെ രാജ്യത്തിന്റെ കാഴ്ചപ്പാടും എപ്പോഴും ഫലസ്തീൻ എന്ന് പറയപ്പെടുന്ന അവിടുത്തെ പീഡിപ്പിക്കപ്പെടുന്ന അവിടുത്തെ നിരാലംബരായ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായിരുന്നു. എല്ലാ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും ആ രീതിയിൽ തന്നെയായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. പക്ഷേ ഇന്ന് ലോകം മാറി. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്, നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാഠം, ഇസ്രായേൽ ശ്രമിക്കുന്നത്, ഏറ്റവും ഒടുവിൽ മസ്ജിദുൽ അഖ്സയിൽ വരെ നടത്തിയ അക്രമത്തിലൂടെ അവർ ശ്രമിക്കുന്നത് ഫലസ്തീൻ പ്രശ്നം ഒരു മുസ്ലിം പ്രശ്നമായി ചുരുക്കിക്കൊണ്ടുവരിക എന്നതാണ്. ഫലസ്തീൻ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു അറബ് ദേശീയതയുടെ പ്രശ്നമാണ്. ഫലസ്തീനിൽ ബഹുസ്വരതയുണ്ട്, ഫലസ്തീനിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരു മുസ്ലിം പ്രശ്നമായി ഫലസ്തീൻ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിതമായ ശ്രമങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഒരു ആഗോള മുസ്ലിം ഭീകരതയുണ്ട് എന്നതും ആ ഭീകരതയുടെ ഭാഗമാണ് ഫലസ്തീൻ പ്രശ്നം എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങളാണ്. അതുകൊണ്ടാണ് നേരത്തെ സദ്ദാം ഹുസൈന്റെ അധിനിവേശ ശ്രമത്ത് ലോകത്തിന് പിന്തുണ ഉണ്ടായിരുന്ന ഫലസ്തീൻ സമരങ്ങൾക്ക് പിന്നീട് പിന്തുണ ഇല്ലാതെ പോയി എന്ന് പറയുന്നതിന് കാരണം. അവിടെ ഏറ്റവും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, രാഷ്ട്രീയ പ്രശ്നമായി ഫലസ്തീൻ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ചേർത്ത് പറയേണ്ടതാണ്. ഇപ്പൊ നമ്മൾ കണ്ടു, മസ്ജിദുൽ അഖ്സയിലെ ആ ഒരു അക്രമ സംഭവത്തിൽ ഒരു ഫലസ്തീൻ പൗരന്റെ കഴുത്തിലേക്ക് ഇസ്രായേൽ സൈനികൻ കാൽമുട്ട് അമർത്തി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. സമാനമായ ഒരു ചിത്രം തന്നെയാണ് നമ്മൾ കുറച്ചു മുമ്പ് അമേരിക്കയിലെ ജോർജ് ഫ്ലോയിഡിനെ ഒരു വെള്ളക്കാരനായ പോലീസുകാരൻ കഴുത്തിൽ കാൽമുട്ട് അമർത്തി വെച്ചുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞതും അദ്ദേഹം കൊല്ലപ്പെട്ടതും ആ കുറ്റവാളികളെ വിചാരണയ്ക്ക് വിധേയമാക്കി അവർ കുറ്റക്കാരെന്ന് ഏറ്റവും ഒടുവിൽ കണ്ടെത്തുകയും ഒക്കെ ചെയ്ത് നമ്മൾ വായിക്കും. അപ്പോൾ കറുത്തവരും മുസ്ലിങ്ങളും ഭീകരന്മാരാണ്, അവർ കൊള്ളക്കാരാണ്, അവർ പീഡിപ്പിക്കപ്പെടേണ്ടവരാണ്, അവർ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന സാമ്രാജ്യത്തിന്റെ അതേ മനോഗതി തന്നെയാണ് ഇസ്രായേലും വെച്ച് പുലർത്തുന്നത് എന്ന് മസ്ജിദുൽ അഖ്സയിലെ ഈ സംഭവം നമ്മളോട് കാണിക്കുന്നു, നമ്മളോട് പറയുന്നു. ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തെ അവധാനതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടത്. ഞാൻ ചുരുക്കുന്നു, 2003 ലോക മതസമ്മേളനം മലേഷ്യയിലെ കൊലാലംപൂരിൽ
മഹാതീർ മുഹമ്മദിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹം സംഘടിപ്പിക്കുകയും അദ്ദേഹം അതിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്തപ്പോൾ മഹാതീർ മുഹമ്മദ് പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്: മുസ്ലിങ്ങൾ ലോകത്ത് ഏറ്റവും മഹത്വമായ ഒരു മഹനീയമായ ഒരു സാമൂഹിക ജീവിതം നയിക്കാൻ വിശ്വാസപരമായി ബാധ്യതയുള്ളവരും ലോക സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ബാധ്യതയുള്ളവരുമാണ്. കാരണം അവരുടെ വിശ്വാസം അങ്ങനെയാണ്. നമ്മൾ ഈദുൽ ഫിത്ർ ദിനത്തിലാണ് സംസാരിക്കുന്നത്. റബ്ബിനെ മഹത്വപ്പെടുത്തി ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ അനിവാര്യമായ ഘടകമാണ്. അങ്ങനെയുള്ള മുസ്ലിം ജീവിച്ചു വിജയിക്കുക ലോകത്തിന് മുമ്പിൽ എന്നുള്ളത് ഒഴിവാക്കപ്പെടേണ്ടതല്ല. അത് നമ്മൾ ലോകത്തിന് മുമ്പിൽ ഒരു ആധുനിക സമൂഹമായി റബ്ബിനെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടതുണ്ട് എന്ന് മഹാതീർ മുഹമ്മദ് ഓർമ്മിക്കുന്നു. എന്നിട്ട് പറയുന്നു, 50 വർഷമായി ഫലസ്തീനിൽ നമ്മൾ പോരാട്ടം നടത്തുന്നു, വിജയിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ഒരു ആത്മവിമർശനം നടത്തേണ്ടതുണ്ട്. മുസ്ലിങ്ങളെ നയിക്കേണ്ടത് ചിന്തയും ധിഷ്ണയുമാണ് എന്ന് മഹാതീർ മുഹമ്മദ് പറഞ്ഞു വെക്കുന്നു. അതുതന്നെയാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത്. ചിന്തയും ധിഷ്ണയും കൊണ്ട് ഫലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഫലസ്തീനിലെ ആ പോരാട്ടത്തെ വീര്യത്തെയും ഏറ്റവും സക്രിയമായി പരിവർത്തിപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ആ പ്രശ്ന പരിഹാരത്തിന് ലോകത്ത് ഫലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ജനസമൂഹം വളർന്നു വരേണ്ടതുണ്ട്, ഉയർന്നു വരേണ്ടതുണ്ട് എന്നൊരു സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫലസ്തീൻ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിലനിൽക്കുകയും അവസാനം വരെ ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത ലോകം ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് സെയ്ദ്. അദ്ദേഹം അമേരിക്കയിലാണ് ജീവിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജന്മദേശം ഫലസ്തീനാണ്. ഒരു ഫലസ്തീൻകാരൻ എന്ന നിലയിൽ അഭിമാനം കൊണ്ട ആളാണ് എഡ്വേർഡ് സെയ്ദ്. അദ്ദേഹത്തിന്റെ മകൾ നെജില, അവരുടെ ഒരു ഓർമ്മക്കുറിപ്പ് ഈയിടെ വായിക്കാനിടയായി. നെജിലയും അമ്മയും അച്ഛനും, എഡ്വേർഡ് സെയ്ദും നെജിലയും അമ്മയും കൂടി സൂറിക് വിമാനത്താവളത്തിൽ വെച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ഒരു ചോദ്യം ചെയ്യലിന് വിധേയമായി. നെജിലയോട് അവരുടെ ജന്മസ്ഥലം ചോദിക്കുന്നു, അമ്മയോട് ചോദിക്കുന്നു, അവർ കൃത്യമായി പറയുന്നു. എന്നാൽ അച്ഛനായ എഡ്വേർഡ് സെയ്ദിനോട് ചോദിക്കുമ്പോൾ അവരുടെ പാസ്പോർട്ടിൽ ഫലസ്തീൻ എന്നോ ഇസ്രായേലോ എന്നല്ല കണ്ടത്, പ്ലേസ് ഓഫ് ബർത്ത് ജെറുസലേം എന്നാണ്. ജെറുസലേം ഫലസ്തീൻ എന്ന് എഴുതാനാണ് എഡ്വേർഡ് സെയ്ദ് ആഗ്രഹിച്ചത്. പക്ഷേ അതിന് അനുവാദം നൽകുന്നില്ല. അങ്ങനെ എഴുതുമ്പോൾ തന്നെ ഫലസ്തീനിൽ ജനിച്ച എഡ്വേർഡ് സെയ്ദിന്റെ ആ ജന്മസ്ഥലം ഇസ്രായേൽ അധിനിവേശത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനുള്ള അനുവാദം നിഷേധിക്കുന്നത്. അതുകൊണ്ട് ജെറുസലേം എന്ന് മാത്രമാണ് എഴുതിയത്. ജന്മഭൂമി നഷ്ടപ്പെട്ട ഒരു പൗരന്റെ സ്ഥൈര്യം നിറഞ്ഞ ഒരു പോരാട്ടവും അതിന്റെ മനോവേദനയുമാണ് എഡ്വേർഡ് സെയ്ദിന്റെ ജെറുസലേം എന്ന് മാത്രം എഴുതിയ പാസ്പോർട്ടിൽ എഴുതിയ ആ പ്രവർത്തിയിലൂടെ ലോകത്തിന് കാണാൻ കഴിയുന്നത്. ജന്മഭൂമിക്ക് വേണ്ടിയുള്ള മനോവേദന അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അറിയുക. എഡ്വേർഡ് സെയ്ദ് ഒരു കോപ്റ്റിക് ക്രിസ്ത്യാനിയാണ്. പക്ഷെ അദ്ദേഹം ഫലസ്തീനിയാണ് എന്നതിൽ അഭിമാനം കൊണ്ട ആളാണ്. ഫലസ്തീൻ എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഇടമാണ്, അറബ് ദേശീയതയുടെ ഇടമാണ്. അതിനുള്ള രാഷ്ട്രീയ പരിഹാരം ആ രീതിയിൽ കാണുക എന്നത് സുപ്രധാനമാണ്. ഫലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് ഇരകളാകേണ്ടി വരുന്ന മുസ്ലിം നേതൃത്വം ആ അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക എന്നതാണ് അതിന്റെ ഒരു ശാശ്വത പരിഹാരം. പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്നതിന് വേണ്ടി നിരാലംബരായ ഫലസ്തീൻ ജനതയ്ക്ക് മുമ്പിൽ ഇന്ന് അത്തരമൊരു മുസ്ലിം നേതൃത്വമോ അറബ് നേതൃത്വമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ആ ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ ഈ ഒരു പടിഞ്ഞാറൻ തുരുത്തിലിരുന്ന് പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഈ ഘട്ടത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പോരാട്ടം വിജയം കാണട്ടെ എന്ന് നമുക്ക് ആശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.